എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഏതൊരു കാലഘട്ടത്തിലും ദൈവശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം. നോഹ തൻ്റെ തലമുറയിൽ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം തീർത്ത് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. തൻ്റെ വാക്കനുസരിച്ച സകല ജീവജന്തുക്കളെയും നോഹ രക്ഷിക്കുവാനിടയായി തീർന്നു. പുതിയ നിയമത്തിൽ പറയുന്നു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. നോഹയും തൻ്റെ ഭാര്യയും 3 മക്കളും തൻ്റെ മരുമക്കളും അടങ്ങുന്ന 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചതുപോലെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ വഷളത്വത്തിലായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദമോ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതിരുന്നപ്പോൾ ഒരുവൻ കുടുംബമായി ദൈവത്തെ സേവിക്കാൻ തുടങ്ങി, ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവനെ ദൈവം രക്ഷിച്ചതുപോലെ ഏതൊരു കാലഘട്ടത്തിലും നിങ്ങൾ ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവിക കൽപ്പന നിങ്ങൾ പാലിച്ചാൽ ഈ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ആ ദേശത്ത് നിങ്ങളെ മാനിക്കും, ഉയർത്തും. ദൈവത്തിൻ്റെ ബലമുള്ള കരം നിങ്ങളുടെ കൂടെ ഇരിക്കും.